നയതന്ത്ര പ്രശ്നപരിഹാര നടപടികൾ തുടരാൻ ഇറാനും അമേരിക്കയും തീരുമാനിച്ചെങ്കിലും ഗൾഫിൽ യുദ്ധഭീതി തുടരുന്നു. ഇറാനിൽ നിന്ന് മുഴുവൻ പൗരന്മാരോടും ഉടൻ മടങ്ങാൻ ചൈനയും ബ്രിട്ടനും ആവശ്യപ്പെട്ടു. ഇസ്രായേലിലെ US എംബസിയിൽ നിന്ന് ഭൂരിഭാഗം ജീവനക്കാരെയും മാറ്റി. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമല്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി അറിയിച്ചു. വിവരങ്ങളുമായി MCA നാസറുണ്ട്. MCA, ഇറാനിൽ നിന്ന് ഉടൻ മടങ്ങണമെന്നാണ് ബ്രിട്ടനും ചൈനയും തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെടുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ നിലവിലുള്ളത്? പിന്നിട്ട ആഴ്ചകളിലൊക്കെ തുടർന്നുകൊണ്ടിരുന്ന യുദ്ധഭീതി അതേ സ്വഭാവത്തിൽ തന്നെ ഇന്നും തുടരുന്നു എന്നതാണ് നാം എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇന്നലെ ജനീവയിൽ ഈ ഒരു ചർച്ച അവസാനിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കിയത് വളരെ നിർണായകമായിട്ടുള്ള പുരോഗതി ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നു. അടുത്ത ആഴ്ച വിയന്നയിൽ വീണ്ടും യോഗം ചേർന്നുകൊണ്ട് സാങ്കേതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതുവരെയും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ ചർച്ചയെ സംബന്ധിച്ചോ ഈ ചർച്ചയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ വലിയ പുരോഗതി ഉള്ളതായിട്ടോ ഉള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് ഈ ആശങ്കക്ക് ഇടയാക്കുന്ന ഒരു പ്രധാന ഘടകവും. അതുമാത്രമല്ല, മേഖലയിലെ സൈനിക വിന്യാസം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ പല തലങ്ങളിലായിട്ട് നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനിൽ നിന്നും അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ നിന്നും പൗരന്മാരോട് മടങ്ങാനും അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പൂർണ്ണമായിട്ട് നിർത്തിവെക്കാനുള്ള ഒരു നിർദ്ദേശം ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി കുറെ കൂടി കടുത്ത ചില നിലപാടുകളിലേക്ക് വരുന്നു എന്നതാണ്. കാരണം പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ ഏറെക്കുറെ ഈ ഒരു പ്രശ്നം നയതന്ത്ര തലത്തിൽ പരിഹരിക്കണം എന്നൊക്കെ വ്യക്തമാക്കിയിരുന്ന ഒരു സമീപനമായിരുന്നു സമിതിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇറാനെതിരായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇസ്ഫഹാനിൽ നിന്ന് അവിടെ ഭൂഗർഭ സ്വഭാവത്തിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവ് എത്രയെന്നും അത് എത്രമാത്രം സമ്പുഷ്ടീകരിച്ച സ്വഭാവത്തിലുള്ളതാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ചിത്രം തങ്ങൾക്ക് ലഭ്യമല്ല. കാരണം അവിടെ സന്ദർശിക്കാനോ കാര്യങ്ങൾ വിലയിരുത്താനോ ഉള്ള ഒരു അനുമതി ഇതുവരെ ഇറാൻ നൽകിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ അമേരിക്ക കുറെ കൂടി ഇത് മുഖവിലക്കെടുത്തുകൊണ്ട് ഇറാന്റെ കയ്യിൽ ആണവായുധം നിർമ്മിക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്ന അർത്ഥത്തിലുള്ള ഒരു വിശകലനത്തിലേക്കും ഒരു ആശങ്കയിലേക്കും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി ഇത്തരം തിടുക്കത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു എന്നതും അതും ഇറാനെ പരോക്ഷമായിട്ട് വളരെ ശക്തമായി കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് ഇസ്രായേലിനും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സൈനിക നീക്കത്തിന് കുറെ കൂടി കരുത്തു പകരും എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. പക്ഷേ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും മറ്റും പരമാവധി സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ചർച്ച വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതിൽ UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ളവർ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ഏതവസ്ഥയിലേക്കായിരിക്കും ഈ സംഘർഷം നീങ്ങുക എന്നത് സംബന്ധിച്ച് ഈ രാത്രിയിലും കൃത്യമായിട്ടുള്ള ഒരു തീർപ്പിലെത്താൻ സമയമായിട്ടില്ല. എന്തായാലും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 1-2 ദിവസത്തിനുള്ളിൽ ഇസ്രായേലിൽ എത്തുമെന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. അത് ഒരു പക്ഷേ ഈ ഒരു ആക്രമണത്തിന് മുന്നോടിയാണ് എന്ന അർത്ഥത്തിലാണ് അമേരിക്കൻ മാധ്യമങ്ങളും മറ്റും വിലയിരുത്തുന്നത്. എന്തായാലും ആ സന്ദർശനത്തോടു കൂടി കുറെ കൂടി ഗൗരവപൂർണമായിട്ടുള്ള ആലോചനകൾ ഉണ്ടാകും. ഏത് രീതിയിലേക്കായിരിക്കും ഇനി ഈ ആണവ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ സംഘർഷം നീങ്ങുക എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തതയിലെത്താനുള്ള ഒരു സമയമായിട്ടില്ല. പക്ഷേ സ്ഥിതിഗതികൾ വളരെ സ്ഫോടനാത്മകമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇറാൻ തങ്ങളുടെ സമുദ്രമേഖലയിൽ അഭ്യാസം തുടരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് US സെൻട്രൽ കമാൻഡിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അവർ വ്യക്തമാക്കുന്നത് തങ്ങളുടെ യുദ്ധക്കപ്പലിൽ നിന്ന് അഭ്യാസ പ്രകടനം അവരും ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ US-ന്റെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പൽ 1-2 ദിവസത്തിനുള്ളിൽ ഇസ്രായേലിൽ നങ്കൂരമിടും. ജെറാൾഡ് ആർ ഫോർഡ് എന്ന ആ കപ്പൽ കൂടി എത്തുന്നതോടുകൂടി വളരെ സജ്ജമായ ഒരു അവസ്ഥയിൽ ഒരു ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന വിലയിരുത്തലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ ചർച്ച ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലേക്ക് പോകുന്നത് പോലും അമേരിക്കക്ക് കുറച്ച് സാവകാശം കിട്ടാൻ അവർക്ക് ഈ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് എന്ന വിലയിരുത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കയോട് കൂടി തന്നെയാണ് ഗൾഫ് മേഖല ഈ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്. അടുത്ത ആഴ്ച സാങ്കേതിക ചർച്ചയോടുകൂടി ഒരു ആണവ കരാറിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് നയതന്ത്ര തലത്തിലുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വിദഗ്ധർ
വ്യക്തമാക്കുന്നത്.